അതിനൊന്നും എനിക്ക് ലൈഫിൽ ഇനി പറ്റില്ല എന്ന് വിചാരിച്ചതാണ്. ഞാൻ എൻ്റെ ഈ കൈ തീരെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് കരുതിയത്. ഒരേ നാളിൽ 3 ആപ്പറേഷൻ பண்ணியிருக்காங்க. എന്തായാലും ഒരു വീട്ടിൽ പെരുമാറുമ്പോൾ വെയിറ്റ് എടുക്കുക കാര്യങ്ങളൊക്കെ കുനിയെന്നിവരൊക്കെ വേണ്ടി വരും. എനിക്ക് കൈയൊന്നും ശരിക്കും ഇങ്ങനെ ആവില്ലായിരുന്നു. ഇപ്പം എനിക്ക് ആ ഒരു പെയിന് പിന്നെ വന്നിട്ടില്ല. വളരെയധികം മാറ്റങ്ങളുണ്ട് ശരിക്കും. കേരള ഫുഡ് சரியில்லையே, എங்களுக்கு പിടിക്കല. ഞാൻ വിചാരിച്ചത് എനിക്ക് വെയിറ്റ് എടുക്കാനോ ഒക്കെ മറ്റുള്ളവരെ എന്തായാലും ഒരു വീട്ടിൽ പെരുമാറുമ്പോൾ വെയിറ്റ് എടുക്കുക കാര്യങ്ങളൊക്കെ കുനിയെന്നിവരൊക്കെ വേണ്ടി വരും. അതിനൊന്നും എനിക്ക് ലൈഫിൽ ഇനി പറ്റില്ല എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ആദ്യമൊന്നും പിന്നെ സാറ് ഫുള്ള് റെസ്റ്റാണ് പറഞ്ഞിരുന്നത്. എണീറ്റിരിക്കാൻ പോലും സാറ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു അഡ്മിറ്റ് ആവണ സമയത്തൊക്കെ. ജൂൺ 20 ഞാൻ വന്ന് അഡ്മിറ്റായി. അങ്ങനെ 20 ദിവസം ഇവിടെ അഡ്മിറ്റായി. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി സാറ് പറഞ്ഞ പോലെ തന്നെ റെസ്റ്റ് എടുത്തു. 3 നേരം എക്സസൈസുകൾ ഇവിടുന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ചെയ്തു. പിന്നെ ഓരോ മാസം ഫോളോ അപ്പ് ആയിരുന്നു. എനിക്ക് ഡിസ്കിൻ്റെ പ്രശ്നമാണ്. L4 L5 ഡിസ്ക് ബൾജാണ്. നല്ലപോലെ ബൾജായിട്ടുണ്ട് എന്നാണ്. ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് കുറേ ഹോസ്പിറ്റലുകളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർജറി ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. കുറേ മരുന്ന് കഴിച്ചു വേഗം വന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു ട്രീറ്റ്മെൻ്റ് അല്ല ഇവിടെ. നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് സാറ് പറയുന്ന രീതിക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആയിട്ട് വരും. എൻ്റെ സാറ് ഹെൽത്ത് ഇൻസ്പെക്ടർ സാറാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത്. അപ്പോൾ സാറ് ഇവിടെ 14 ദിവസം വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോയിരുന്നു. അപ്പം ഞാനും അങ്ങനെയെന്ന് കരുതിയിട്ടാണ് വന്നത്. ഇവിടെ വന്ന് അഡ്മിറ്റ് വേണമെന്ന് പറഞ്ഞതോടുകൂടി ഞാൻ ആകെ ഡെസ്പായി. വീട്ടിലെ നമ്മളൊരു 20 ദിവസം കൂടെ വന്ന് എങ്ങനെ അഡ്മിറ്റ് ആവും എന്നുള്ള രീതിയിൽ. പിന്നെ സാറ് പറഞ്ഞു ഏതായാലും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ്, അഡ്മിറ്റായി നല്ല റെസ്റ്റൊക്കെ എടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താലേ നന്നായി കിട്ടുകയുള്ളൂ, ഹെൽത്ത് നന്നാവുള്ളൂ, ഇനി കൂടുതൽ വർക്ക് ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴാണ് അതിനെപ്പറ്റി മനസ്സിലാക്കി. ഇപ്പം എനിക്ക് ആ ഒരു പെയിന് പിന്നെ വന്നിട്ടില്ല. നിങ്ങളൊരു 15 കിലോ വെയിറ്റ് എടുത്ത് ലിഫ്റ്റ് ചെയ്യുന്ന ബാക്ക് പെയിൻ പേഷ്യൻറ്റുകൾ കണ്ടിട്ടുണ്ടാവും, കിബിച്ചിൽ മാത്രം. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബലപ്പെടുത്തുന്നത് ഡിസ്കുകളെയാണ്. ഡിസ്കുകളുടെ ബലപ്പെടുത്തിയാൽ കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഡിസ്ക് ബൾജ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറുക എന്നുള്ളൊരു അവസ്ഥയിലോട്ട് പോകുള്ളൂ. അങ്ങനെ ഇതിനെ ബലപ്പെടുത്തി നല്ല സ്ട്രോങ് ആകുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാനും കഴിയും ചെയ്യും, മുഴുവനായിട്ട് മാറും ചെയ്യും. പക്ഷേ ഇത് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഒരു 20 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് തീരുന്നൊരു ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സാണെന്നുള്ളത്. ഇനീഷ്യലി ഉള്ള ഒരു 20-25 ദിവസമുള്ള ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നിങ്ങളുടെ റിവ്യൂസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അടുത്തൊരു 3 months 4 months അത് മുഴുവൻ ഫോളോ ചെയ്ത് നിങ്ങൾ വെയിറ്റ് എടുക്കാൻ പറ്റുന്നത് ഉണ്ട് എന്നുള്ള രീതിയിൽ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പോലും നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൽ എന്ത് ചെയ്യുന്നുള്ളൂ സംതൃപ്തരാകുന്നുള്ളൂ. അത് എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചായിരുന്നു. ഞാൻ ജോലി സ്ഥലത്ത് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡാണ്. 4 പേര് മരിച്ചു. പിന്നെ അവിടെ തന്നെ ഞാൻ അഡ്മിറ്റായി. ഒരു വെന്റിലേറ്റർ സപ്പോർട്ടിലൊക്കെ ആയിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ. അത് കഴിഞ്ഞ് ഒന്ന് റിക്കവറായിട്ട് ഒരു 3 മാസത്തിന് ശേഷമാണ് ഇവിടെ വന്നത്. ഈ മെയിനായിട്ട് കൈകളുടെ എക്സസൈസ്, എനിക്ക് കൈയൊന്നും ശരിക്കും ഇങ്ങനെ ആവില്ലായിരുന്നു. അപ്പോൾ ഏകദേശം ഇങ്ങനെയാണ്. ഇപ്പോൾ എനിക്ക് സ്പൂണാണെങ്കിലും ഇപ്പോൾ ഫുഡാണെങ്കിലും ഞാൻ പിടിച്ച് അത്യാവശ്യം കഴിക്കാനും. പിന്നെ ഈ ഒരു കൈകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ശരിക്കും ഇങ്ങനെ തന്നെ നിന്നിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഇങ്ങനെ കറക്റ്റ്. അപ്പോൾ നമ്മളിവർ മസാജ് തെറാപ്പി ചെയ്യുമ്പോൾ വേദന അനുഭവപ്പെടും, അത് വേറെ വശം. എന്നാലും വളരെയധികം മാറ്റങ്ങളുണ്ട് ശരിക്കും. ഞാൻ എൻ്റെ ഈ കൈ തീരെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ഞാൻ കരുതിയത്. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ആക്ച്വലി ആ ട്രീറ്റ്മെൻറ്റിൻ്റെ വാല്യൂ കറക്റ്റായിട്ട്. നമുക്കിപ്പോൾ ഈ റിവ്യൂ ചെയ്യിപ്പിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ആയിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ അനുഭവമാണ് ഇവിടുത്തെ പറയുന്നത്. ഇനിയിപ്പോൾ അതിനൊരു ബൈക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചതാണ്. 8 വർഷമായി ഇപ്പോൾ ഏതാണ്ട് ഹെഡ് ഇഞ്ചറി സംഭവിച്ചത്. ഇതിനുശേഷം നാട്ടിൽ ഇഷ്ടംപോലെ ഫിസിയോതെറാപ്പി സെൻറ്റേഴ്സ് ചെയ്തിരുന്നു. യൂട്യൂബിൽ കണ്ടിട്ടാണ് കിബിച്ചിനെ പറ്റി അറിഞ്ഞത്. പിന്നെ അതുമല്ല എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിരുന്നു കിബിച്ചിന് പോയി നോക്കാൻ പറഞ്ഞിരുന്നു. ട്രീറ്റ്മെൻറ്റ് പക്കായിട്ട് ചെയ്യണം. ഞാനിതുവരെ ചെയ്യാത്ത ടൈപ്പ് ചെയ്ത എക്സസൈസൊക്കെ ഇവിടെ കൂടുതലും കിട്ടിയിരുന്നു എനിക്ക്. ഇപ്പം ഞാൻ നല്ല ഹാപ്പിയാണ്. കാരണം വെച്ചാൽ ഞാനിതിനിടയ്ക്കൊന്ന് നാട്ടിൽ കല്യാണത്തിന് വേണ്ടി ജസ്റ്റ് 2 ദിവസത്തിന് പോയിരുന്നു നാട്ടിലേക്ക്. അപ്പം എന്നെ കണ്ടവർക്ക് പറഞ്ഞു നല്ല മാറ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അടുത്തത്തിലൊക്കെ. അത് കേട്ടപ്പോൾ സന്തോഷമായി. ഇവിടെ തന്നെ വന്നു. ഇവിടെ വന്നാൽ നീ ഫുള്ള് മാർക്ക് കിട്ടുന്ന അവർ എല്ലാവരും വിശ്വസ്തോടെ പറയുന്നത്. സോ ഹാപ്പിയാണ്. ഞാൻ ഒരു GBS പേഷ്യൻ്റ് ആയിരുന്നു. പെട്ടെന്ന് കുഴഞ്ഞതായിരുന്നു. അങ്ങനെ ഞാൻ ദയയെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. കഴിഞ്ഞിട്ട് ഞാൻ 1.5 വർഷം ഫിസിയോ ചെയ്തതിന് ശേഷം ഞാൻ നടന്നു. അതിൽ കുറേ പോരായ്മകളുണ്ട്. അത് കഴിഞ്ഞിട്ട് കിബിക്സിനെ പറ്റിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്സ് എനിക്ക് ഷെയർ ചെയ്ത് തന്നതാണ്. ഇവിടെ വന്നിട്ട് ട്രീറ്റ്മെൻറ്റിൽ ഞാൻ ഓക്കെയാണ്. ഡിസ്ക് ബൾജ് ഉണ്ടായിരുന്നു, കഴുത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു.
ഇത് രണ്ടും ഓക്കെ. ഇപ്പം നടത്തത്തിലുള്ള പോരായ്മകളുണ്ടായിരുന്നു, അതും ഓക്കെ വരുന്നു. കിബിക്സിൽ വന്നിട്ട് ഞാൻ സാധാരണ ഫിസിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാനുവലായിട്ട് ചെയ്യേണ്ടതാണ് ചെയ്തിരുന്നു. കിബിക്സിൽ വന്നിട്ടുള്ള ഈ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് അന്നത്തെ സമയത്ത് എനിക്ക് ഞാൻ ഒന്ന് നടന്നാൽ മതി എന്നായിരുന്നു. ഇന്നിപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ എല്ലാം ഓക്കെ ആവണമെന്നായി. ഇത്തരത്തിലുള്ള ന്യൂറോ കേസുകളിൽ പേഷ്യൻ്റ് നല്ല മോട്ടിവേഷൻ കൊടുത്ത് അവർ തന്നെ പഴയ രീതിയിലോട്ട് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലോട്ട് കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുക. ஒரே நாளில் 3 ஆப்ரேஷன் பண்ணியிருக்காங்க. 3 ஆப்ரேஷன் பண்ணால் 2 மாதம் ஆச்சு நான் பண்ணினா எதுவுமே மூவ் ஆகலை. பிரதர் வந்து இங்கே வந்து மஜாஜ் பண்ணுறாங்க. 6 மாதம் சென்று 6 மாதம் சென்று ஆயுர்வேதையில் மஜாஜ் பண்ணுறாங்க. அவங்க செய்யிட்டாங்க, ஆப்ரேஷன் பண்ணியிருக்கனால அங்கே எதுவும் பண்ண முடியாது ஆயுர்வேதையில், நீங்கள் வந்து இங்கே பாருங்க அப்படின்னா அவங்க தான் ஃபோன் நம்பர் மூலியமாக கொடுத்து தான் இங்கே சேர்த்தாங்க என்னைய. இப்போ வந்து நான் இங்கே வந்து 5 மாதம் ஆச்சு, நல்லா இருக்குது எனக்கு இம்ப்ரூவ்மெண்ட்லாம். கால் தூக்க கொல்ல எந்த கால்லாம் ஒன்றுமே தூக்க முடியாது, இப்படி ஆட்டோலாம் முடியாது, எதுவுமே செய்ய முடியாது. இங்கே வந்து என் மருமையை வந்து தான் தூக்கி பெட்டில் வைப்பாங்க, நான் வீல் சேரில் கொண்டு போவாங்க. 1 மாதமா இருந்துச்சு அப்படி. அப்புறம் இருக்க நான் வந்து வீல் சேர்லேயே உட்காந்து இது பண்ணிக்கிட்டு இருந்தேன். இப்போ வந்து எனக்கு எந்திரிச்சு நிற்கிற மாதிரியா இருக்குது, வாக்கரை பிடிச்சி எந்திரிச்சு நிற்கிற மாதிரியா இருக்குது, நடக்கிறவும் இதாக இருக்குது, நல்லா இருக்குது. கேரளா புட்டு சரியில்லையே, எங்களுக்கு பிடிக்கல. എങ്കൂർ നാട്ടുപുട്ട് മാറിയാ ഇല്ല. ഒരുപാട് സ്പൈനൽ കോഡ് ഇഞ്ചുറികൾ മുഴുവനായിട്ട് ശരിയാവുന്നുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് പഴയതുപോലെയൊക്കെ നടക്കാനും അവരുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന പോലെയൊക്കെ ആവും. പക്ഷേ വലിയൊരു മോട്ടിവേഷൻ നമുക്ക് ഡോക്ടർമാരുടെ അടുത്തുനിന്നും ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ അടുത്തുനിന്നും മറ്റുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൽ നിന്നും ഫാമിലിയിൽ നിന്നും കിട്ടാത്തത് കൊണ്ടാണ് പലപ്പോഴും അത് ശരിയാവാതെ പോകുന്നത്. ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും, അതിന് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ്സിന് വെയിറ്റ് ചെയ്യണം. ഗ്രാജുവൽ പ്രോസസ്സാണ്. ഓരോ തവണ നമ്മൾ ചെയ്യുമ്പോഴും അത് ഡെവലപ്പായി വരും. ഇപ്പോൾ ഇരിക്കാൻ കഴിയാത്തവർക്ക് ഇരിക്കാൻ കഴിയും, നിൽക്കാൻ കഴിയാത്തവർക്ക് നിർത്തി കൊണ്ടുവരാനൊക്കെ നമുക്ക് കഴിയും. പ്രസിൻ്റെ മുകളിൽ വീണതാണ്, നട്ടെല്ലിന് പരിക്ക് പറ്റി. ആദ്യം മംഗലാപുരത്തായിരുന്നു, അവിടെ കഴിഞ്ഞ ശേഷമാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ നല്ല മാറ്റമുണ്ട്. ശരിക്കും ഇരിക്കാനും പറ്റുന്നുണ്ട്, ആദ്യം ഇരിക്കാനും പറ്റില്ല. ആദ്യത്തെ 2 ആൾ വേണം എഴുന്നേൽപ്പിച്ച് ഇരുത്താനല്ലോ, ഇപ്പോൾ അത് വേണം. ഇപ്പം തനിച്ചിരിക്കാം, എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റും. ചെറുതായി വാക്കർ പിടിച്ച് നടക്കാനും പറ്റുന്നുണ്ട്. 2 ആൾ സഹായം ഉണ്ടെങ്കിലും അതൊന്നും ആവില്ല, എണീക്കാൻ തന്നെ പറ്റില്ല. വളരെ മാറ്റമുണ്ട്. സ്ട്രോക്ക്, സ്പൈനൽ കോഡ് ഇഞ്ചുറി, അതുപോലെ തന്നെ സർജറി പറഞ്ഞിട്ടുള്ള ഡിസ്ക് പെയിൻ, ഇതിനൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇല്ല എന്നാണ് എല്ലാവരും വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ നടക്കാവിൽ ഹോസ്പിറ്റലിലെ കിബിറ്റ്സിലുണ്ട്.